ഇന്ന് മുതൽ നമ്മളൊരു പൈത്തന്റെ ബേസിക് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഏകദേശം 22 വീഡിയോളം കൊണ്ടായിരിക്കും ഈ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ചെറിയ ചെറിയ വീഡിയോസ് ആയിരിക്കും. ബേസിക് പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്ന വിധത്തിലായിരിക്കും നമ്മളിത് ട്യൂട്ടോറിയൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. പൈത്തൺ ഇപ്പോൾ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. നല്ല അത്യാവശ്യം എല്ലാവരും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. എല്ലാവർക്കും പഠിക്കാൻ എളുപ്പമുള്ള ലാംഗ്വേജ് ആണ് പൈത്തൺ. അപ്പോ ഇപ്പൊ പൈത്തണിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല. പൈത്തണിലാണ് ഇപ്പൊ ഒട്ടുമിക്ക ഡെവലപ്മെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പൈത്തണിൽ തന്നെയാണ്. മെഷീൻ ലേണിംഗ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും അതേപോലത്തെ പല കാര്യങ്ങളും നമുക്ക് പൈത്തൺ യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ പൈത്തൺ അറിഞ്ഞിരുന്ന അത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടാണ് നമുക്ക് ഇപ്പൊ ഭയങ്കര ബെനിഫിറ്റ് ആണ് പൈത്തൺ അറിഞ്ഞിരിക്കുക എന്നത്. പൈത്തൺ എന്ന് പറയുമ്പോൾ C++, ജാവ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് അല്ല പഠിക്കാൻ. എന്നാൽ അത് അറിയാമെങ്കിൽ C++, ജാവയൊക്കെ അറിയാൻ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. C++, ജാവയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ബേസിക്സ് അത്യാവശ്യമൊക്കെ ലോജിക്സും കാര്യങ്ങളും അതൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്ത് കുറച്ച് ഐഡിയാസ് എല്ലാം ഉള്ളവരാണ് പെട്ടെന്ന് തന്നെ പൈത്തൺ പഠിച്ചെടുക്കാൻ പറ്റും. നമ്മളിപ്പോ അത്യാവശ്യം കണ്ടന്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്യുന്ന വിധത്തിൽ ആണ് ഈ ട്യൂട്ടോറിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ബേസിക് സെക്ഷൻ എല്ലാം കവർ ചെയ്യും. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് നമുക്ക് കുറച്ചുകൂടി ഇതായിട്ടുള്ള പൈത്തന്റെ തന്നെ ജാങ്കോ എന്ന് പറയുന്നത് ഡിജാങ്കോ എന്ന് പറയും. ജാങ്കോ ഏതെങ്കിലും എങ്ങനെ വേണമെങ്കിൽ പ്രൊണൗൺസ് ചെയ്യാം. അപ്പോൾ ജാങ്കോ എന്ന് പറയുന്ന ഇതുകൂടി വെബ് ഫ്രെയിംവർക്ക് കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അടുത്ത ട്യൂട്ടോറിയലായി. അതുകൂടി കവറപ്പ് ചെയ്ത് പോകും. നമുക്ക് ആദ്യം തന്നെ പൈത്തൺ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആദ്യം തന്നെ നോക്കാം. പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഗൂഗിളിലോ ഏതെങ്കിലും ബ്രൗസർ എടുക്കുക. അതിൻ്റെ അകത്ത് python.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലേക്ക് പോവുക. അപ്പൊ python.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമുക്ക് കാണാം. അവിടെ ഡൗൺലോഡ്സിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് വെർഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നമുക്കത് ഇതിനെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ഡൗൺലോഡിങ് ആണ്. ഞാനിപ്പോ ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം എന്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഞാൻ ഇത് ഇൻസ്റ്റാൾഡ് ആക്കിയിട്ടുണ്ട് പൈത്തൺ. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നില്ല. നമ്മളിവിടെ പൈത്തൺ ആദ്യം ബേസിക് സെക്ഷനിലെല്ലാം നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു IDE അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ്. അതിന്റെ പേര് IDLE എന്നാണ് അതിന്റെ പേര്. അത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ വരുന്നതാണ്. അത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ പ്രോഗ്രാം ബേസിക് സെക്ഷൻ എല്ലാം കവറപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പൈത്തൺ ജാങ്കോ പോലത്തെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ VS കോഡ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു സെപ്പറേറ്റ് IDE ആയിരിക്കും അതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ബേസിക് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് പൈത്തന്റെ തന്നെ ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ഡൗൺലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ വരുന്ന ആ IDE തന്നെ ധാരാളമാണ്. അപ്പൊ നമ്മൾ അതിലായിരിക്കും ബേസിക് സെക്ഷനിലുള്ള കാര്യങ്ങളൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ് പൈത്തൺ പഠിക്കാൻ. പൈത്തൺ വലിയ ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് ഒന്നും അല്ല. വളരെ എളുപ്പമാണ്. അതിന്റെ സിന്റാക്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാം ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. അപ്പോ ഇപ്പൊ ബിഗിനർ ആണെങ്കിൽ പോലും കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും സുഖമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. എന്നാൽ ജാവ, C++ ഇതേപോലത്തെ ഒക്കെ അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിലും പഠിച്ചെടുക്കാൻ പറ്റും പൈത്തൺ. നമുക്ക് ആദ്യം ഈ ഇപ്പൊ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ചെക്ക് ബോക്സ് വരും. പാത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെക്ക് ബോക്സ് വരും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുത്ത് അത് പാത്ത് കൂടി സെറ്റ് ചെയ്ത് പോവുക. അപ്പോൾ കുറച്ചുകൂടി പല പല കാര്യങ്ങൾക്ക് നമുക്കത് യൂസ്ഫുൾ ആയി. ജസ്റ്റ് പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യുക. പൈത്തൺ വെർഷൻ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. അത് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈത്തൺ വെർഷൻ കാണാം. പിന്നെ പൈത്തൺ എവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അറിയാൻ വേണ്ടി വേർ പൈത്തൺ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ആ ഒരു കമാൻഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈത്തൺ എവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഒരു ബേസിക് പ്രോഗ്രാം ഇന്ന് ഈ ഒരു ട്യൂട്ടോറിയൽ ആദ്യമായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്തടുത്ത ട്യൂട്ടോറിയൽ വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഓരോരോ പുതിയ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഐഡിയലി ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന തന്നെ വരുന്ന IDE. ഇതിപ്പോ ഓപ്പൺ ആയി വരും. ഈ ഒരു IDEയിലാണ് നമ്മൾ പൈത്തന്റെ ബേസിക് കാര്യങ്ങളിൽ തന്നെ എല്ലാ പ്രോഗ്രാംസും ചെയ്യാൻ പോകും. അതിൽ തന്നെ ഒരു പുതിയൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ന്യൂ ഫയൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ന്യൂ ഫയൽ എന്ന് പറഞ്ഞ ഫയലിൽ ഫയൽ എന്ന് പറഞ്ഞതിന്റെ അത് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നമുക്ക് ആ IDEയുടെ ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാം തുടങ്ങാം.
ഏറ്റവും ആദ്യം പൈത്തന്റെ ഏറ്റവും ബേസിക് നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് കമാൻഡ്സ് ആണ് പ്രിന്റും സ്കാനും. പറയുമ്പോൾ രണ്ട് ഏറ്റവും സ്കാൻ അല്ല, ഇൻപുട്ട്. പ്രിന്റും ഇൻപുട്ടും. പ്രിന്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും യൂസേഴ്സിന് ഔട്ട്പുട്ട് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ. അപ്പോൾ അതിനാണ് ആ ഒരു കാര്യത്തിന് യൂസ് ചെയ്യുന്നതാണ് പ്രിന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അതേപോലെ തന്നെ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ യൂസറിനോട് എന്തെങ്കിലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വാങ്ങാൻ വേണ്ടിയാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം പ്രിന്റ് എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെയാണ് പ്രിന്റ് എഴുതുന്നത്. സ്മോൾ ലെറ്ററിലാണ് പ്രിന്റ് എഴുതുന്നത്. ജസ്റ്റ് ഇന്ന് നമ്മൾ സേവ് ചെയ്യണം. ഇത് റൺ ചെയ്യണ മുമ്പ് നമുക്കൊന്ന് സേവ് ചെയ്യണം. റൺ ചെയ്യണ മുമ്പ് ഒന്ന് സേവ് ചെയ്യണം. ഞാൻ ജസ്റ്റ് എൻ്റെ ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യുകയാണ്. പൈത്തൺ ഫയലായിട്ട് തന്നെ സേവ് ആയി. കണ്ടോ, എനിക്ക് ഔട്ട്പുട്ട്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇപ്പൊ നമ്മൾ ഒരു കമാൻഡ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഹായ് ഹലോ എന്ന് പറയുന്ന ജസ്റ്റ് ഒരു ഔട്ട്പുട്ട്, യൂസറിലേക്ക് ഒരു ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. കണ്ടോ, ഔട്ട്പുട്ട് നമുക്ക് കാണാം ഹായ് ഹലോ. ഇത് റൺ ചെയ്യുമ്പോഴത്തേക്ക്, ഇത് റൺ ചെയ്യണ എങ്ങനെയാന്ന് വെച്ചാൽ റണ്ണിൽ റൺ മൊഡ്യൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഞെക്കിയാൽ മതി. അപ്പൊ റൺ ആവും. ഹായ് ഹലോ കണ്ടോ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ്. അപ്പൊ പ്രിന്റ് വെച്ച് നമ്മൾ ജസ്റ്റ് യൂസറിന് ഒരു ഇൻപുട്ട്, യൂസറിന് ഒരു ഔട്ട്പുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. യൂസറിന് കാണാൻ പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കൊടുക്കുക ആണ് പ്രിന്റിന്റെ ഒരു യൂസ്. ഇത് പ്രിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിയിലൊക്കെ പ്രിന്റ് എഫിന് ഇക്വലന്റ് ആയിട്ടുള്ളതാണ്. പ്രിന്റ് എഫ് സിയിൽ, നിങ്ങൾ സിയെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഒരു എഫക്റ്റ് ആണ് ഇവിടുത്തെ പ്രിന്റ് എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഇവിടെ പ്രിന്റ് കൊടുക്കാം. പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് കൊടുത്തു. ഞാൻ ഇവിടെ റൺ ചെയ്യുകയാണ്. കണ്ടോ, എന്ത് കൊടുത്ത ഈ ബ്രാക്കറ്റിന്റെ അകത്ത് ഡബിൾ കോഡ്സിൽ എന്ത് കൊടുക്കുന്നു അത് നമുക്ക് പ്രിന്റ് ആയിട്ട് കിട്ടും, ഔട്ട്പുട്ട് ആയിട്ട്. ഇപ്പൊ നമുക്ക് 1 2 3 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. ഇങ്ങനെയാണ് പ്രിന്റ് എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന്റെ യൂസ്. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതും ഒരു ഏറ്റവും ബേസിക് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതെന്തിനാണ് യൂസ് ചെയ്യണം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അത് ഈ പ്രിന്റ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം ഒരു ഇൻപുട്ട് വാങ്ങാൻ, യൂസറിനോട് എന്തെങ്കിലും ഒരു ഇൻപുട്ട് വാങ്ങാനാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ എഴുതിയത്. ഇൻപുട്ട്, ഇങ്ങനെയാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുന്നത്. ഇതിന്റെ അകത്ത് ഈ ബ്രാക്കറ്റിന്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഒരു കീ കൊടുക്കാം. എന്താണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പ്ലീസ് എൻജോയ് യുവർ, ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ പ്ലീസ് എൻ്റർ യുവർ നെയിം. പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ് വന്നത് നമ്മുടെ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഔട്ട്പുട്ട് ആയിട്ട്, അല്ലെങ്കിൽ ഒരു നമ്മളോട് ഇൻപുട്ട് എൻ്റർ ചെയ്യാനാണ് അവിടെ പറയുന്നത്. പ്ലീസ് എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിനെന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. പക്ഷെ നമ്മൾ ഔട്ട്പുട്ട് ഈ എൻ്റർ ചെയ്ത സാധനം യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്, എൻ്റർ ചെയ്ത് വാങ്ങിച്ചു പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്യണില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കോഡ് എഴുതിയിട്ടില്ല. ജസ്റ്റ് ഇൻപുട്ട് വാങ്ങാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് യൂസ് ചെയ്യാൻ നമ്മൾ എഴുതിയിട്ടില്ല. അതെങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഇൻപുട്ട്, ഇപ്പൊ ഈ ഇൻപുട്ടിന് വന്ന സാധനം അല്ലെങ്കിൽ നെയിം ഞാൻ ജസ്റ്റ് ഒരു വേരിയബിളിലേക്ക് കൊടുത്തു. വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു വേരിയബിളിലേക്ക് നമുക്കത് അസൈൻ ചെയ്ത് കൊടുക്കും. ഈ ഇൻപുട്ടിൽ നിന്ന് വരുന്ന ഡാറ്റ, നമ്മൾ യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഐറ്റം നമുക്കൊരു വേരിയബിളിലേക്ക് ആദ്യം സ്റ്റോർ ചെയ്യാം. ഞാൻ വേരിയബിൾ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം.
ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുക്കുന്ന പേര് നെയിം എന്നാണ് കൊടുക്കുന്നത്. ജസ്റ്റ് നെയിം എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് ഈ യൂസർ ഇൻപുട്ട് ചെയ്ത കണ്ടന്റ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ഇത് എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ഇതൊക്കെ മാറ്റിയാണ്. ഇപ്പൊ യൂസർ എൻട്രി ചെയ്യുന്ന ഐറ്റം എന്ത് വരും? ഇൻപുട്ടിലൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മുടെ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആവും. നെയിം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ ബേസിക് ഇത് ബിഗിനർ ആണ്, ഇതിനു മുമ്പ് വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒന്നും വലിയതായിട്ട് അറിയാമല്ലെങ്കിൽ ഇത്ര മാത്രം ഓർത്തിച്ചാൽ ജസ്റ്റ് ആ ഒരു കാര്യം സ്റ്റോർ ചെയ്യുന്ന ഒരു ആ ആൾക്ക് നമ്മളൊരു പേരിട്ട് കൊടുത്തിരിക്കുന്നത് നെയിം എന്ന് പറഞ്ഞൊരു പേരിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നെയിം തന്നെ കൊടുക്കണമെന്നില്ല, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ എ എന്ന് കൊടുക്കണമെങ്കിൽ എ എന്ന് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വേരിയബിളിന്റെ പേര് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇത് കീവേഡ്സ് ആകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജസ്റ്റ് ഞാൻ നെയിം എന്ന് തന്നെ കൊടുത്ത ഇത് കൊടുക്കുകയാണ്. അപ്പൊ ഈ നെയിമിൽ എന്തുണ്ട്? നമ്മൾ യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റയുണ്ട് അല്ലെ? ഈ നെയിമിൽ ഇപ്പൊ എന്താ ഉള്ളതെന്ന് വെച്ചാൽ യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റ. എന്നിട്ട് ആ ഡേറ്റ നമുക്ക് ഇനി പ്രിന്റ് ചെയ്ത് കാണിക്കാം. പ്രിന്റ് എന്ന് പറയുമ്പോൾ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എൻ്റർ ചെയ്യുന്ന ഡേറ്റ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് പ്രിന്റിന്റെ അകത്ത് ഡബിൾ കോട്ട്സിലല്ല അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിലല്ല ഇടേണ്ടത്, പകരം ഡയറക്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം കോട്ട്സിൽ ഇടുന്ന എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും സ്ട്രിങ്ങോ അതുപോലത്തെ കാര്യങ്ങളാണ് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കണമെങ്കിൽ മാത്രം. എന്ന് വെച്ചാൽ നമ്മൾ ഡൈനാമിക് അല്ലാതെ ജസ്റ്റ് എന്തെങ്കിലും ഒരു കണ്ടന്റ് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ മാത്രമേ നമ്മൾ കോട്ട്സിൽ ഇടാറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, നെയിം എന്ന് കൊടുത്താൽ മതി. ബ്രാക്കറ്റിന്റെ അകത്ത് നെയിം എന്ന് കൊടുക്കുവാണെങ്കിൽ ഈ നെയിമിൽ നമ്മൾ വാങ്ങുന്ന നെയിമിൽ ഉണ്ടാകുന്ന ആ ഒരു ഡേറ്റ നമുക്ക് ഈ പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റിലൂടെ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കാം. ഈ നെയിമിലേക്ക് എങ്ങനെ വരുന്നത്? ഇൻപുട്ടിലൂടെയാണ് വരുന്നത്. അത് നെയിം സ്റ്റോർ ചെയ്തിട്ട് ഇൻപുട്ടിലൂടെ വന്ന ആ ഒരു ഡേറ്റ നെയിം സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ പ്രിന്റിങ് അത് പ്രിന്റ് ചെയ്ത് കാണിക്കുക, അത് ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കുകയാണ് യൂസറിന്റെ അടുത്തേക്ക്. ആ ഒരു എൻ്റർ ചെയ്യുന്ന സാധനം ഒന്നുകൂടി ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കുകയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ. ജസ്റ്റ് നമുക്ക് റൺ ചെയ്യാം. എൻ്റർ യുവർ നെയിം ചോദിച്ചു. അപ്പൊ ജസ്റ്റ് ഞാൻ എൻ്റർ ചെയ്തു. കണ്ടോ, ഞാൻ എൻ്റർ ചെയ്ത ഐറ്റം ഡേറ്റ ഇവിടെ രണ്ടാമത് പ്രിന്റ് ചെയ്ത് കാണിച്ചു. അപ്പൊ നമുക്ക് ഇത് കുറച്ചുകൂടി ഒരു ഭംഗിയാക്കാം. നമുക്ക് അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂട്ടി ചേർത്തേച്ചാൽ മതി. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കോഡ്സിന്റെ അകത്ത് യുവർ നെയിം ഈസ് എന്നും പറഞ്ഞു കൊടുക്കാം. ഇവിടെ പ്ലസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗിൽ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ അല്ല, ഒരു സ്ട്രിങ്ങും ഇൻഡീജർ അല്ലെങ്കിൽ സ്ട്രിങ്ങും ആണെങ്കിൽ കുഴപ്പമില്ല, മറ്റ് ഡേറ്റാസുമായിട്ട് വരുമ്പോഴത്തേക്കും അത് പ്രശ്നം കാണിക്കും. അപ്പോൾ ഇതിപ്പോ ഈ ഒരു കേസിൽ സ്ട്രിങ്ങും ആണ്, അപ്പൊ കുഴപ്പം ഇല്ല. ഇതിപ്പോ ഇന്റീജർ ആണ്, നെയിം എന്ന് പറയുന്ന ഇതിന്റെ അകത്ത് ഇന്റീജർ ആയിരുന്നു പ്രശ്നം കാണിച്ചാന്. പക്ഷെ ഇവിടെ സ്ട്രിങ്ങും ആയതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല, പ്ലസ് കൊടുക്കാം. അല്ലെങ്കിൽ ഇന്റീജർ ആയിരുന്നു വാങ്ങുന്നതെങ്കിൽ നമ്മൾ പ്ലസ് കൊടുക്കാൻ പറ്റിയില്ല, പകരം കോമ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ സ്ട്രിങ്ങും ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇൻപുട്ടിൽ നിന്ന് എപ്പോഴും വരുന്നത് സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. എപ്പോഴും ഇൻപുട്ടിൽ നിന്ന് ഡാറ്റ വരുന്നത് സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. അത് നമുക്ക് ഇന്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഇന്റീജറിലേക്ക് അത് പാഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ എന്നാൽ മാത്രമേ നമുക്ക് ഇന്റീജർ ഫോർമാറ്റിൽ കിട്ടുള്ളൂ. ഇതിപ്പോ ഡീഫോൾട്ട് ആയിട്ട് ഇൻപുട്ടിൽ നിന്ന് വരുന്നത് എപ്പോഴും സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും. ഡീഫോൾട്ട് അല്ല, എപ്പോഴും വരുന്നത് ഇൻപുട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തരുന്ന ഡാറ്റ എപ്പോഴും നമ്മളിപ്പോ ഇന്റീജർ എന്ത് എൻ്റർ ചെയ്താലും അത് സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും കിട്ടുന്നത്. അത് നമ്മൾ ഇപ്പൊ നമുക്ക് സ്ട്രിംഗ് തന്നെയാണ് വേണ്ടത്, കാരണം നെയിം എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിംഗ് ആയിരിക്കും. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇവിടെ നമുക്ക് പ്ലസ് ചെയ്യാം. ഇപ്പൊ സ്ട്രിംഗും കൂടിയ പ്ലസ് കോൺകാറ്റിനേഷൻ അല്ലെങ്കിൽ ഈ പ്ലസ് എന്ന് പറയുന്ന ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്റീജർ നമ്പറും കൂടി ചെയ്യാം. അങ്ങനെ ഒരേ ടൈപ്പ് ഓഫ് ഡേറ്റയിലായിരിക്കണം രണ്ടും, എന്നാൽ മാത്രമേ ഈ പ്ലസ് ഓപ്പറേഷൻ അല്ലെങ്കിൽ കോൺകാറ്റിനേഷൻ എന്ത് വേണമെങ്കിലും പറയാം, അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ സ്ട്രിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ കോമ ഇടണമായിരുന്നു. പക്ഷെ ഇവിടെ സ്ട്രിംഗ് ആയതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. റൺ ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഞാൻ നെയിം എൻ്റർ ചെയ്തു. കണ്ടോ, യുവർ നെയിം ഈസ് ജിതിൻ എന്ന് പറഞ്ഞു.
ഇപ്പൊ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. ഏറ്റവും ബേസിക് ആയിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത്. ഇൻപുട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും പ്രിന്റ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻപുട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ സ്ട്രിംഗ് ഫോർമാറ്റിലല്ല ഇന്റീജറിൽ വാങ്ങാന്ന്. പക്ഷെ ഇത് ഡീഫോൾട്ട് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഡീഫോൾട്ട് ആയിട്ട് എപ്പോഴും വരുമ്പോഴത്തേക്കും സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും വരുന്നത്. അതൊന്ന് നമുക്ക് നോക്കാൻ വേണ്ടി ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉണ്ട്. ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞത് അത് വെച്ച് അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ടൈപ്പിലാണ്. ടൈപ്പ് എന്നാണ് ഓപ്പറേറ്റർ, സോറി ടൈപ്പ് ഓഫ് അല്ല, ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ടൈപ്പ് ഓഫ് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ എങ്ങനെയാ വരുന്നത്? നെയിം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്തായിരിക്കും? ഈ ഒരു ഇൻപുട്ട് ചെയ്ത് വാങ്ങുന്ന ഡേറ്റ ആയിരിക്കും. അത് ഏത് ടൈപ്പിലാണെന്നായിരിക്കും ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ ഇത് നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത് ഏത് ടൈപ്പിലാണ് ഈ നെയിം എന്ന് പറയുന്ന വേരിയബിൾ കിടക്കുന്നതെന്ന്. നമുക്ക് റൺ ചെയ്യാം. ജസ്റ്റ് എന്തെങ്കിലും എൻ്റർ ചെയ്യാം. അപ്പൊ ഇതിന് എൻ്റർ ചെയ്യുമ്പോൾ കണ്ടോ സ്ട്രിംഗ് ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അതേസമയം നമ്മൾ നമ്പർ എൻ്റർ ചെയ്താലും എന്ത് പറ്റും? നമ്പറാണ് ഇപ്പൊ എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കുക. നമ്പർ എൻ്റർ ചെയ്താലും സ്ട്രിംഗ് ഫോർമാറ്റിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൺവെർട്ട് ചെയ്യാം. സ്ട്രിംഗിൽ നിന്ന് ഇന്റീജറിലേക്ക് കൺവെർട്ട് ചെയ്യാം. അതിന് നമുക്ക് ഇവിടെ ഒരു ഇന്റ് എന്ന് പറഞ്ഞ് ഇട്ടേച്ചാൽ മതി. അപ്പൊ അത് പാഴ്സ് ചെയ്ത് ഇന്റീജറിലേക്ക് മാറ്റിക്കോളും. ഇന്റീജറിലേക്ക് കൺവെർട്ട് ചെയ്ത് കിട്ടും നമുക്ക്. ഇനിയിപ്പോ ഇത് ഇന്റീജറിലേക്ക് കിട്ടും. നമ്മൾ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിൽ ഇപ്പൊ ഇന്റീജർ ഫോർമാറ്റിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇനിയിപ്പോ നമ്മൾ ടൈപ്പ് നോക്കുവാണെങ്കിൽ കണ്ടോ ഇന്റീജർ ആയി. ഇന്റ് ക്ലാസ് ഇന്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇന്റീജർ ഫോർമാറ്റിലാണ് നമുക്ക് ഈ ഡാറ്റ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇന്റീജറിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇന്റീജർ ടൈപ്പ് ഓഫ് ഡേറ്റ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്പർ ഈസ് ഇവിടെ പ്ലസ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ പ്ലസ് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ എന്റെ നമ്പർ എന്ന് പറഞ്ഞു യൂസറിനോട് എന്റെ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് യൂസറിനോട് നമ്മൾ എൻ്റർ നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ യൂസർ എന്തെങ്കിലും നമ്പർ എൻ്റർ ചെയ്തു. ഇനിയിപ്പോ പ്ലസ് ആണല്ലോ അവിടെ കിടക്കുന്നത്, അപ്പൊ അവിടെ എറർ അടിക്കും. ഇവിടെ കണ്ടോ പ്ലസ് ആണ് കിടക്കുന്നത്. കണ്ടോ എന്താണ് കാര്യം? നമുക്ക് സ്ട്രിങ്ങും കൂടിയേ കോൺകാറ്റിനേഷൻ നടത്താൻ പറ്റുള്ളൂ. സ്ട്രിങ്ങും ഇന്റീജറും കൂടി കോൺകാറ്റിനേഷൻ നടത്താൻ പറ്റിയില്ല. അതാണ് അതിന്റെ റീസൺ. ഇപ്പൊ സെയിം ടൈപ്പ് ആയിരിക്കണം ഈ പ്ലസ് ഇടണമെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ ഇടാം. കോമ ഇടുന്നതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. കോമ ഇടാം. കണ്ടോ ഇപ്പൊ 12 എൻ്റർ ചെയ്തു. എന്റെ നമ്പർ ഈസ് 12 എന്ന് നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്തു. ഇൻപുട്ട് എന്ന് പറയുന്ന യൂസറിനോട് ഇൻപുട്ട് വാങ്ങാനുള്ള സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്തു. അത് ഇൻപുട്ട് വാങ്ങുമ്പോൾ അത് കൺവെർട്ട് ചെയ്യും, ഇന്റീജറിലേക്കൊക്കെ കൺവെർട്ട് ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്തു. ഇത്തരം കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ വച്ചിരുന്ന ഒരു ക്ലാസ് ആണ്. താങ്ക് യു.